എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ടിക്കിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ആലു ടിക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഈ നോർത്ത് ഇന്ത്യൻ ഷോപ്പിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇത് വെള്ളക്കടല വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ രുചികരമാണ്. ഹസ്ബൻഡ് ഉണ്ടാക്കി കൊടുത്തപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാലോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്ക്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ ഒന്ന് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് കടലയാണ്. അതുകൊണ്ട് ഇതുപോലത്തെ വെള്ളക്കടലയാണ് എടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് കുതിർക്കാൻ വെക്കണം. സാധാരണ കറിക്കൊക്കെ നമ്മൾ കുതിർക്കുകയല്ലേ, അതുപോലെ തന്നെ ഇതും ഒരു 4-5 മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിൽ വിട്ട് കൊടുക്കുക. വെള്ളത്തിൽ കടല നന്നായിട്ട് വൃത്തിയാക്കി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ്. അതിന് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 5 വിസിലായിരുന്നു കൊടുത്തത്. കടല ഇപ്പം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ കണ്ടോ, ഒരുപാടങ്ങ് അളിഞ്ഞും പോകരുത് വെന്ത്. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ വെള്ളമായി പോവും. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് അതെടുക്കാം. ഇനി അടുത്തതായിട്ട് ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. വെള്ളേവലാണിത്. വെള്ളേവൽ ഒന്ന് കഴുകിയെടുക്കണം. നല്ല വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കുക. കഴുകി അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുക. കുതിർക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. കഴുകിയെടുത്താൽ പോലെ ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ബാക്കി വെള്ളം കൂടി ഒന്ന് പോകുന്നതിന് വേണ്ടിയാണ്. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ കടലയിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. കടലയ്ക്ക് വേവ് അല്പം കുറവുണ്ടെങ്കിൽ അത് മിക്സിയിലേക്ക് ഇട്ടൊന്ന് കറക്കിയാൽ മതിയാവും. നന്നായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ, വേവ് അഥവാ കുറഞ്ഞു പോയെങ്കിൽ. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, തരികളൊന്നുമില്ല. ആ കുതിർത്ത് വെച്ച കഴുകിയെടുത്ത അവൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ ഇത് നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ സംഭവം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. ചിലർക്ക് വെള്ളക്കടല ഒന്ന് കറി വെച്ചാലൊന്നും തീരെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു വയ്ക്കുക, നല്ല സൂപ്പർ ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരല്പം എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ കൂടെ ചേർത്ത് കൊടുത്തത് പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയാണ്. കയ്യിലും കൂടെ അല്പം എണ്ണ തടവി കൊടുത്ത് നമ്മൾ ഈ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിൽ റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ ചെറിയ ബോളുകളാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക്, ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ വെള്ളക്കടലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അതിൻ്റെ ആ ഒരു മിക്സാണ്, അതിന് ചേർക്കുന്ന ചട്നികളാണ് ഏറ്റവും രുചി തരുന്നത്. ഇതെല്ലാം ഞാൻ ഇതുപോലെ പരത്തിയെടുത്തു. ഇനി അല്പം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്, കോട്ടിങ്ങിന് വേണ്ടിയാണ്. മൈദ ഇല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും എണ്ണയിലേക്ക് ഇടുമ്പം പൊടിഞ്ഞ് പോകാതെയൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലൊരു കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോഴും ഈ ഒരു കോട്ടിങ് ചെയ്യണം കേട്ടോ, ഒഴിവാക്കരുത്. ഇനി ചൂടായ കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കുക. 2 വശവും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഷാലോ ഫ്രൈ വേണമെങ്കിലും ചെയ്യാൻ, ഡീപ്പായിട്ടും ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കൂടുതൽ എണ്ണയിൽ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ലതാണ്. അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ കണ്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളേ. എന്നിട്ട് 2 സൈഡും ഇതുപോലെ വറുത്ത് വരിക. ഇനി വറുത്ത് കോരിത് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ എടുത്ത് വെക്കുന്നുണ്ട്. 2-3 ഇതുപോലെ ഒരു ഇലക്കകത്തേക്ക് ഞാൻ എടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത്, അതാണ് ഏറ്റവും ടേസ്റ്റ് തരുന്നത്. ഇതിന് നല്ല ക്രിസ്പിയാണ്. നമ്മൾ ഒരു കോട്ടിംഗ് ഒക്കെ നടത്തിയതുകൊണ്ടാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്.
പൊടിഞ്ഞൊന്നും പോകാതെ വേണം ഉണ്ടാക്കിയെടുക്കുന്നതിന്. അതിന് വേണ്ടിയാണ് കോട്ടിങ് നടത്തുന്നത് കേട്ടോ, പൊടിയാതിരിക്കാൻ. ഇനി ചേർത്ത് കൊടുക്കുന്നതാണ് തൈര്. പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ, നല്ല കട്ടത്തൈര്. ആ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിനകത്തേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ജീരകം വറുത്ത് പൊടിച്ചതാണ്. അത് ഒരു നുള്ളി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. ജീരകത്തിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തരുന്നത്. അടുത്തത് ഇത് ഗ്രീൻ ചട്നിയാണ്. നമ്മുടെ മല്ലിയിലയും പുതിനയും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചട്നിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് വാളംപുളി വെച്ചിട്ടുള്ളൊരു ചട്നിയാണ്. വളരെ രുചികരമാണ്. എന്താ പറയുന്ന പുളിയും മധുരവും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അല്പം മുളക് പൊടി വിതറി കൊടുക്കുക. ഒരുപാട് എരിവുള്ള മുളക് ഒത്തിരി വിതറി കൊടുക്കരുത്. ഇത് അല്പം ഭംഗിക്ക് വേണ്ടിയൊക്കെ ബീറ്റ്റൂട്ടൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള വേണമെങ്കിലും സ്ലൈസായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഒരല്പം ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ മിക്സറാണ്. നമ്മുടെ ഈ ചെറിയ കനം കുറഞ്ഞ മിക്സറുണ്ട്, സേവ് മിക്സർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പം നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ കേട്ടോ. അപ്പം വളരെ രുചികരമായ ഒരു ചന ടിക്കി എന്ന് പറയും, നമ്മുടെ വെള്ളക്കടല. അപ്പോൾ ഹസ്ബൻഡിന് ഞാൻ കൊടുത്തപ്പം പുള്ളിക്കാരനത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പുളിയും മധുരവും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ മേലാത്ത രുചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.